ആപദ്വിനാശകകുമരാചാരുമൂർത്തേ താപത്രയാന്തക ദയാപരതാരകാരേ ശ്രീകാർത്തികേയ മമ ദേഹി കരാവലംബം. ഭീഷ്മ പിതാമഹൻ്റെ സ്വർഗാരോഹണമൊക്കെ കഴിഞ്ഞു. എല്ലാവരും രഥത്തിൽ കയറി തിരിച്ച് ഹസ്തിനപുര രാജധാനിയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഭഗവാൻ യുധിഷ്ഠിരന് ഭൃഗുരാമൻ്റെ സാമന്തക പഞ്ചതീർത്ഥങ്ങളെ കാണിച്ചു കൊടുക്കുകയുണ്ടായി. എന്നിട്ട് പരശുരാമ അവതാരത്തിൻ്റെ കഥയും പറയണ്ടായി. യുധിഷ്ഠിര, ഭാർഗവരാമൻ്റെ കഥ ശ്രദ്ധിച്ച് കേട്ടോളൂ. അദ്ദേഹം എങ്ങനെയാണ് ക്ഷത്രിയ വംശത്തിനെ ഇല്ലാണ്ടാക്കിയതെന്നും ഒക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം. പണ്ട് ജബര മഹർഷിക്ക് അജൻ എന്ന് പേരായിട്ട് ഒരു പുത്രൻ ഉണ്ടായി. അദ്ദേഹത്തിന് വിലാകാശ്വൻ എന്നു പേരായിട്ട് ഒരു പുത്രൻ ഉണ്ടായി. വിലാകാശ്വൻ്റെ പുത്രൻ്റെ പേരാണ് കുശികൻ. ഈ കുശികൻ വലിയ ജ്ഞാനിയായിരുന്നു. തൻ്റെ ആയുഷ്കാലം മുഴുവൻ ജപനിഷ്ഠയിൽ ജീവിച്ച ആളാണ്. ഈ കുശികൻ്റെ തപോനിഷ്ഠയിൽ ഇന്ദ്രൻ ദേവന്മാർക്കൊക്കെ വലിയ പേടിയുണ്ടായി. എന്തിനാണാവോ ഇങ്ങനെ തപസ്സൊക്കെ ചെയ്ത് ജീവിക്കണത്? ഇന്ദ്രൻ പ്രത്യക്ഷനായി. എന്നിട്ട് കുശികനോട് ചോദിച്ചു, എന്ത് വരാ വേണ്ടേച്ചാ പറയൂ. അപ്പോൾ കുശികൻ പറഞ്ഞു, ത്രൈലോക്യനാഥനായ അങ്ങ് എൻ്റെ പുത്രനായി ജനിക്കണം, അതാണ് എൻ്റെ ആവശ്യം. ഇന്ദ്രനൊരു സമാധാനമായി. ഇന്ദ്രപട്ടത്തിന് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ, പുത്രനായി ജനിക്കല്ലേ. അങ്ങനെ ഇന്ദ്രൻ വാക്കു കൊടുത്തു, തൻ്റെ പുത്രനായി ജനിച്ചോളാം. സമയം വന്നപ്പോൾ ഇന്ദ്രൻ കുശികൻ്റെ പുത്രനായിട്ട് ജനിക്കുകയും ചെയ്തു. കുശികൻ തൻ്റെ പുത്രന് ഘാതി എന്നാണ് പേരിട്ടത്. നമ്മുടെ ഭാഗവത കഥയിൽ 46, 47, 48 3 ഭാഗങ്ങൾ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും എടുത്ത് കേൾക്കുക. ഘാതി വലിയ ധർമ്മനിഷ്ഠയോടുകൂടി ജീവിച്ച ആളാണ്. കാലം വന്നപ്പോൾ കല്യാണം കഴിച്ചു കൊടുത്തു. അതിൽ ഘാതിക്ക് സത്യവതി എന്ന് പേരായിട്ട് ഒരു പെൺകുട്ടി ജനിച്ചു. ഭൃഗുപുത്രനായ ഋഷികന് കല്യാണം കഴിച്ചു കൊടുത്തു. ഘാതിക്ക് സങ്കടം എന്താണെന്ന് വെച്ചാൽ രാജ്യഭാരം ഏൽപ്പിക്കാൻ ആരുമില്ല. അപ്പം ഋഷികൻ എന്തുണ്ടായി, തനിക്കും തൻ്റെ ശശുരനായ ഘാതിക്കും ഓരോ പുത്രന്മാരുണ്ടാവാൻ വേണ്ടി ഹവിസ് ജപിക്കാൻ തുടങ്ങി. അങ്ങനെ ജപിച്ച് അതിൽ വീര്യമൊക്കെ നല്ലോണം ആയി കഴിഞ്ഞപ്പോൾ അത് തൻ്റെ ഭാര്യയായ സത്യവതിയെ ഏൽപ്പിച്ചു. ഒന്ന് നിനക്കും ഒന്ന് നിൻ്റെ അമ്മയ്ക്കും കൊടുക്കുമെന്നും പറഞ്ഞിട്ട് ഋഷികൻ തപസ്സിനായിട്ട് പോയി. സത്യവതിയുടെ അച്ഛനമ്മമാർ ഒരു ദിവസം മകളെ കാണാൻ വേണ്ടിയിട്ട് ഋഷികൻ്റെ ആശ്രമത്തിൽ വരികയുണ്ടായി. അവിടെ വന്നപ്പോൾ ഋഷികൻ ഇല്ല, തപസ്സിന് പോയിരിക്കുകയാണ്. അവരവിടെ കുറച്ച് ദിവസം താമസിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സത്യവതി പറഞ്ഞു, നമുക്ക് 2 പേർക്കും ഒരേ പുത്രന്മാരുണ്ടാവാൻ വേണ്ടിയിട്ട് ഋഷികൻ ഹവിസ് ജപിച്ച് തന്നേൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ 2 പേരോട് അത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഘാതിയുടെ ഭാര്യയ്ക്കൊരു സംശയം, 2 പേർക്കും 2 എന്തിനാ, ഒരെണ്ണം പോരെ? 2 പേർക്കും കുട്ടികളുണ്ടാവാനല്ല, 2 പേരും പകുതി കുടിച്ചാൽ പോരെ? 2 വെച്ചേക്കണത്. അപ്പോൾ ഒരു കാര്യവും സംശയമില്ല, ഈ ഋഷികൻ തനിക്ക് ഉണ്ടാവണ പുത്രൻ വലിയ യോഗ്യനാവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഹവിസ് ജപിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സത്യവതി അറിയാണ്ട് സത്യവതിക്ക് വേണ്ടി ജപിച്ചു വെച്ചിരുന്ന ഹവിസ് എടുത്ത് അവർ കുടിച്ചു. എന്നിട്ട് മോളോട് പറഞ്ഞു, ഞാൻ നിൻ്റെ ഹവിസ് എടുത്ത് കുടിച്ചേക്കണു, നീ ഇത് കുടിച്ചോ, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് സത്യവതി അതും കുടിച്ചു. കുറച്ച് ദിവസം അവരവിടെ താമസിച്ച് അവർ മടങ്ങിപ്പോയി. അപ്പോഴും ഋഷികൻ തിരിച്ചെത്തിയിട്ടില്ല. പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഋഷികൻ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നപ്പോൾ അച്ഛനമ്മമാർ വന്ന് വിവരവും ഹവിസ് കുടിച്ച് വിവരമൊക്കെ പറഞ്ഞു. പക്ഷെ ഒരബദ്ധം പറ്റി. എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ജപിച്ചു വച്ചിരുന്ന ഹവിസ് ഞാൻ കുടിച്ചു, എനിക്ക് ജപിച്ചു വെച്ച ഹവിസ് അമ്മയും കുടിക്കുകയുണ്ടായി. ഉടനെ ഋഷികൻ തലയ്ക്ക് കൈ വെച്ചിട്ട് പറഞ്ഞു, ദൈവമേ, ഈശ്വരേച്ഛ അങ്ങനെയാണെങ്കിൽ ആർക്കാ തടുക്കാൻ കഴിയുക? ഇത് കേട്ടപ്പോൾ സത്യവതിക്ക് പരിഭ്രമായി. ഇപ്പം എന്തേ അങ്ങനെ പറയാനായി?
അപ്പോൾ ഋചികൻ പറഞ്ഞു, ഞാൻ രണ്ടുപേർക്കും വേറെ വേറെ ജപിച്ചു വെച്ച ഹവിസിന് പ്രത്യേകതകളുണ്ടായിരുന്നു. നിൻ്റെ അമ്മയ്ക്ക് രാജ്യഭാരം ഏൽപ്പിക്കാൻ ഒരു യോഗ്യനായ പുത്രനല്ലേ വേണ്ടിയിരുന്നേ. അതുകൊണ്ട് ആ ഹവിസ് അങ്ങനെയാണ് ഞാൻ ജപിച്ചത്. നിനക്ക് ഒരു ശ്രേഷ്ഠനായ ബ്രാഹ്മണൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഹവിസ് ജപിച്ചു വച്ചിരുന്നത്. രണ്ടുപേരും ഇപ്പോൾ മാറിക്കുടിച്ചതിൻ്റെ അബദ്ധം ചില്ലറൊന്നുമല്ല. ഇതുകൊണ്ട് ഇപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ നിൻ്റെ പുത്രൻ ക്രൂരനായ ഒരു ബ്രാഹ്മണനായിട്ട് മാറും. നിൻ്റെ അമ്മയ്ക്കോ ശാന്തനും സൽസ്വഭാവിയായിട്ടുള്ള വേറൊരു ബ്രാഹ്മണ പുത്രനാണ് ഉണ്ടാവുക. ഇത് കേട്ടപ്പോൾ ആകെ നിലവിളിയായി, അടിപിടിയായി, മാറത്തടിച്ച് നിലവിളിയായി. അപ്പോൾ ഭാര്യയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഋചികൻ പറഞ്ഞു, ഏയ് നിൻ്റെ മകനല്ല പ്രശ്നം ഉണ്ടാവുക, നിൻ്റെ പൗത്രനാണ് ആ പ്രശ്നം വരിക. ഒരു സമാധാനിപ്പിച്ചു. സമാധാനമായി തൽക്കാലത്തേക്ക്. ഗാദിക്ക് പുത്രൻ ജനിച്ചു. ശാന്തനും യോഗ്യനുമായ ബ്രാഹ്മണകുമാരൻ. അദ്ദേഹം വളർന്നതാണ് വിശ്വാമിത്ര മഹർഷി. സത്യവതിയുടെയും ഋചികൻ്റെയും മകനായിട്ട് ജനിച്ചതാണ് പ്രസിദ്ധനായ ജമദഗ്നി. ഈ ജമദഗ്നിയുടെ പുത്രനായിട്ട് പരശുരാമൻ ജനിച്ചു. വിശ്വാമിത്രനിൽ ശാസ്ത്രവും ബ്രാഹ്മണ്യവും ഒരുപോലെ തുളുമ്പി നിന്നു. ഭാർഗവരാമനിൽ ബ്രാഹ്മണ്യം അതിലുപരി ക്ഷാത്രം ഉണ്ടായി. കോപിഷ്ഠനായി തീർന്നു. എന്നാലോ യോഗ്യനായ ബ്രാഹ്മണനുമാണ്. അത് ശരിക്കു പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ അടുത്ത അവതാരത്തിൻ്റെ സമയമായിരിക്കണം. മഹാവിഷ്ണു ഭാർഗവരാമനായിട്ട് ക്ഷത്രിയ വംശത്തിനെ നശിപ്പിക്കാൻ വേണ്ടി അവതരിച്ചതാണ് ഭാർഗവരാമൻ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പരശുരാമൻ്റെ കഥ മുഴുവൻ യുധിഷ്ഠിര മഹാരാജാവിനെ കേൾപ്പിച്ചു. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.